ഈ മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടീമിനെ കളിപ്പിക്കില്ല എന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. നമുക്കറിയാം, ബംഗ്ലാദേശുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ആവശ്യം ICC അംഗീകരിച്ചില്ല. അതായത് ഇന്ത്യയിൽ അവർക്ക് കളി അനുവദിക്കരുത്, അവരുടെ കളി മുഴുവനും ശ്രീലങ്കയിലേക്ക് മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് മുന്നോട്ട് വന്നിരുന്നു. അതിനെ തുടർന്ന് ബംഗ്ലാദേശ് ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറി. ഇതിൻ്റെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പം പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തങ്ങളുടെ ടീം കളിക്കില്ല എന്ന പ്രഖ്യാപനമാണ് പാകിസ്ഥാൻ സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പം അതിന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ICCക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അത്തരത്തിലൊരു അലങ്കോലപരമായിട്ടുള്ള തീരുമാനം പാകിസ്ഥാൻ ടീമിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത നടപടികളിലേക്ക് പോകും എന്നാണ് ICC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഗ്രൂപ്പ് ലെവലിൽ പാകിസ്ഥാൻ കളിച്ചില്ല എങ്കിൽ അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കാരണം മറ്റ് 2 ടീമുകളെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സൂപ്പർ 6ലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ തന്നെയാണ് സെമിയിലോ ഫൈനലിലോ പാകിസ്ഥാൻ എതിരാളിയായിട്ട് വരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കൊളംബോയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മത്സരം നടക്കേണ്ടത്. അപ്പോൾ BCCI അറിയിച്ചിട്ടുള്ളത്, ഇപ്പോൾ നിലവിൽ ഞങ്ങൾ കൊളംബോ സ്റ്റേഡിയത്തിൽ അന്നേ ദിവസം എത്തും. മാച്ച് റഫറി കളി നടക്കില്ല അല്ലെങ്കിൽ എതിരാളികളില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവിടെ നിന്ന് പിന്മാറുകയുള്ളൂ. അതുവരെ കളിക്കാൻ ഞങ്ങൾ ടീമായിട്ട് എത്തുമെന്നാണ് BCCI ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ടൂർണമെൻറ്റിൽ ഇന്ത്യക്കെതിരെ കളിക്കുക, ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താകുമോ, ICC എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും പാകിസ്ഥാനെതിരെ ഇനി എടുക്കാൻ പോകുന്നതെന്നുള്ളത് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.